മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മീഡിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 357 എപ്പിസോഡിൽ ബെൻസോയിക് ആസിഡ് എന്ന അധ്യായത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ, മൂത്രസംബന്ധമായി നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ തുടർച്ചയുണ്ട്. കൂടാതെ ഹൃദയ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നം, അതായത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ബാഹ്യമായ സന്ധികളിലും മറ്റുമൊക്കെയുള്ള പ്രശ്നങ്ങളെ സപ്രസ് ചെയ്താൽ അതിനൊരു സ്ഥാനമാറ്റം സംഭവിക്കുകയും ഈ സ്ഥാനമാറ്റം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഹൃദയത്തെയുമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സാമ്പ്രദായികമായി ഹോമിയോപ്പതി കോളേജുകളിൽ പഠിക്കാത്ത ആളുകൾ, അങ്ങനെ നിരവധി പേർ ഈ പുസ്തകം വായിക്കുന്നുണ്ട്, എന്നെപ്പോലുള്ളവർ. നിങ്ങൾക്ക് അത്തരം അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം പുസ്തകങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതലായി ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് വാദസംബന്ധമായ പ്രശ്നങ്ങൾ പോയി ബാധിക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വളരെ ഫ്രീക്വൻ്റായിട്ട് വരുന്നൊരു ഔഷധമാണിത്. കൂടാതെ വളരെ രൂക്ഷമായ വാദത്തിൻ്റെ അവസ്ഥകളിൽ ഇങ്ങനെ ഒരു പാലിയേറ്റീവായിട്ട് ഇത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദ യൂറിനറി സിംപ്റ്റംസ് ആർ ടു ന്യൂമറസ് ടു റീഡ്. ഫെറ്റിഡ് യൂറിൻ, യൂറിൻ ഓഫ് എ വെരി റിപ്പൾസീവ് ഓർഡർ, എഫർസെൻസിങ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. വളരെ ദുർഗന്ധമുള്ള മൂത്രം, എഫർസെൻസിങ് എന്ന് വെച്ചാൽ പാൽ നുരയുന്ന പോലെ നുരയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെ വന്ന് നുരഞ്ഞു നിൽക്കുന്ന അവസ്ഥ. The odor is sometimes like hearthstone, അമോണിയയുടെ മണം. ഹാർട്ട്സ്റ്റോൺസ് അമോണിയയുടെ പഴയ പേര്. പഞ്ചൻ്റ് ഓർഡർ. ദീസ് ആർ ഓൺലി എഫേർട്സ് ടു ഡിസ്ക്രൈബ് ദ സ്ട്രോങ് സ്മെൽ. ചുരുക്കത്തിൽ വളരെ രൂക്ഷമായ ഗന്ധം, ഒരു മൂത്രഗന്ധം എന്നൊക്കെ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതിന് പലതരത്തിൽ വിശദീകരിക്കുകയാണ്. യൂറിൻ ഇസ് ഡാർക്ക് ബ്രൗൺ, ഇരുണ്ട തവിട്ട് നിറത്തിൽ മൂത്രം. അത് കൊട്ടേഷനാണ്. It is true that normal urine after standing a while will get a fetid odor, but in this remedy that just passed is properly described as being intensely urinous. ഈ കാര്യത്തിൽ സാധാരണ മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു നാറ്റം, ദുർഗന്ധം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഈ മാറ്റം വളരെ ആ ഒരു മൂത്രഗന്ധം തന്നെ, മൂത്രത്തിൻ്റെ ഗന്ധം അടിസ്ഥാനമായിട്ട് മാറുന്നില്ല, മൂത്രഗന്ധം തന്നെ രൂക്ഷമാകുകയും ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കും. വീണ്ടും കൊട്ടേഷനാണ്. യൂറിൻ കണ്ടെയ്ൻസ് മ്യൂക്കസ് ആൻഡ് പസ്. കഫവും പഴുപ്പും ഒക്കെ മൂത്രത്തിൽ വരുന്നു. മോർബിഡ് കണ്ടീഷൻ ഓഫ് യൂറിൻ, മൂത്രത്തിൻ്റെ രോഗാതുരമായൊരവസ്ഥ. ബ്രൗൺ യൂറിൻ സ്മെൽ സോർ, അതും കൊട്ടേഷനാണ്. തവിട്ട് നിറത്തിലുള്ള മൂത്രം, ഒരു വിനാഗിരിയുടെയൊക്കെ അങ്ങനത്തെ ഒരു മണം. ടു ഫ്രീക്വൻറ്റ് ഡിസയർ ടു ഇവാക്യുവേറ്റ് ബ്ലാഡർ, അതും കൊട്ടേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. നെഫ്രൈറ്റിക് കോളിക്, അതായത് ഇപ്പോൾ വൃക്കയിൽ കല്ല് വന്നാലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വേദന പോലത്തെ വേദന. യൂറിൻ ഡാർക്ക്, യൂറിനസ് ഓർഡർ ഹൈലി ഇൻറ്റൻസിഫൈഡ്. ഇരുണ്ട മൂത്രഗന്ധം വല്ലാതെ രൂക്ഷമാകുന്നു. മൂത്രത്തിൻ്റെ മണം മാറുകയല്ല, മൂത്രത്തിൻ്റെ ഗന്ധം തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, രൂക്ഷത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഗോട്ടി ട്രബിൾസ് ഓഫ് ദ ലിവർ, കരളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാദപ്രശ്നങ്ങൾ. റൊമാറ്റിസം, നെഫ്രൈറ്റിക് കോളിക്. ഇറ്റ് ഹാസ് ക്യൂർഡ് സച്ച് സ്റ്റേറ്റ്സ് ആഫ്റ്റർ ഗൊണേറിയ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മച്ച് ഓഫ് എ ഗൊണോറിയൽ റെമഡി. ഇത് ഗൊണോറിയക്കുള്ളൊരു ഔഷധം എന്ന രീതിയിൽ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാറില്ലെങ്കിലും ഇത് ഗൊണോറിയൽ കണ്ടീഷൻസ് മാറിയ ശേഷം വരുന്ന വൃക്കയിൽ വരുന്ന വേദന, കല്ലിൻ്റെ വേദന പോലുള്ള വേദന, വാദസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. In the rheumatic states and these symptoms are present, there are more or less pains in the kidney. അപ്പോൾ ഒരു സ്വാഭാവിക കാര്യമാണ്. വാദസംബന്ധമായ അവസ്ഥകളും ഇത്തരം മൂത്രപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വൃക്കയിൽ വേദന ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമാണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതുമൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലാതെയുള്ള അമച്വർ വായനക്കാരെ സംബന്ധിച്ചോളം പുതിയ അറിവുകളാണ് ഇതൊക്കെ. വീണ്ടും കൊട്ടേഷൻ. സോർ പെയിൻ ഇൻ ദ ബാക്ക്, ബേണിംഗ് ഇൻ ദ കിഡ്നി. മുതുകിൽ വല്ലാത്ത നൊമ്പരം, കിഡ്നിയുടെ ഭാഗത്ത് പൊള്ളുന്ന പോലുള്ള അനുഭവം. പ്രൊലാപ്സസ് യൂട്രൈ വിത്ത് ഫെറ്റിഡ് യൂറിൻ, മൂത്രസഞ്ചി താഴേക്ക് ഇടിഞ്ഞു പോകുന്നു, ദുർഗന്ധമുള്ള മൂത്രം ഉണ്ടാകുന്നു. റിട്ടൻഷൻ ഓഫ് യൂറിൻ ഇൻഫൻസ്, കുട്ടികളിൽ മൂത്രം പോകാതെ കെട്ടിക്കിടക്കൽ. ആസ്മ വിത്ത് ഇൻഫ്ലമേറ്ററി റൊമാറ്റിക് കംപ്ലൈൻസ്. കോഫ് ഫോളോഡ് ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഗ്രീൻ മ്യൂക്കസ്.
ആസ്മാറ്റിക് അവസ്ഥകൾ അതിനോട് ബന്ധപ്പെട്ട് വാദസംബന്ധമായ പ്രശ്നങ്ങളിൽ വീക്കം ഉണ്ടാകുന്നു. ചുമ വന്നിട്ട് പച്ച നിറത്തിലുള്ള കഫം തുപ്പിക്കളയുന്നു. ഇത് കൊട്ടേഷനാണ്. ദ ഓർഗൻ ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ഇൻ ദീസ് റൊമാറ്റിക് കംപ്ലൈൻറ്റ്സ് ഈസ് ദ ഹാർട്ട്. ഇനി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. സാധാരണഗതിയിൽ ഹൃദയമാണ് വന്നുപെടുന്നത്. ഞാനിത് അറിയുന്നത് എന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഏതൊരു എനിക്കൊന്ന് വനിതാ മാസിക എന്തോ ആണെന്ന് തോന്നുന്നു, വനിതയോ മറ്റോ, അതിൽ ആരോഗ്യ പങ്ക്തിയിലാണ് ഈ ഹൃദയത്തിലാണ് പോയി ഈ വാദപ്രശ്നങ്ങൾ, വാദപ്പനി വന്നവർക്ക് ഹൃദയത്തിൽ പ്രശ്നമുണ്ടാകും, അങ്ങനെയൊക്കെ ഒരു ഇത്. പെയിൻസ് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് പലതരം വേദനകൾ. സോ ഇൻ ദിസ് ഡയത്തിസിസ് ദ സ്ട്രോങ് സ്മെല്ലിങ് യൂറിൻ ആൻഡ് ഗോട്ട് വി മേ എക്സ്പെക്ട് അഫെക്ഷൻ ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഈ വാദത്തിൻ്റെ പ്രശ്നങ്ങളും മൂത്രത്തിൻ്റെ രൂക്ഷഗന്ധമൊക്കെ നോക്കുമ്പോൾ ഹൃദയത്തിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. കൊട്ടേഷനാണ് ഇനി. പെയിൻസ് ചേഞ്ച് പ്ലേസ് ഇൻസെസൻ്റ്ലി, വേദനകൾ വളരെ വേഗം പെട്ടെന്നൊക്കെ സ്ഥാനം മാറുന്നു. പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൽ വല്ലാത്ത ഇടിപ്പ്. അത് കൊട്ടേഷനാണ്. ദ റൊമാറ്റിസം ഓഫ് കോഴ്സ് ഈസ് എഫക്റ്റിംഗ് ദ ഹാർട്ട്, വാദപ്രശ്നങ്ങൾ ഹൃദയത്തെ ബാധിക്കുകയാണ്. കൊട്ടേഷനാണ് വീണ്ടും. എവീക്കൻസ് ആഫ്റ്റർ മിഡ് നൈറ്റ് വിത്ത് വയലന്റ് പൾസേഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൽ വല്ലാതെ മിടിപ്പുണ്ടായിട്ട് അർദ്ധരാത്രി കഴിയുമ്പോൾ അത് ഉണർന്നിരിക്കുന്നു. തിങ്ക് എ മൂവ്മെന്റ് ആൻഡ് യു വിൽ സീ ഇൻ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് യു വിൽ നീഡ് ബെൻസോയിക് ആസിഡ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു നിമിഷം ചിന്തിക്കുക, ഏതോ ഇങ്ങനത്തെ എല്ലാ അവസ്ഥകളിലും ബെൻസോയിക് ആസിഡ് വരണമെന്നില്ല. എത്രയോ ഔഷധങ്ങൾ നമുക്കുണ്ട്. എവിടെയാണ് ബെൻസോയിക് ആസിഡ് വരുന്നത്? അവിടെയാണ് ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽ തിയറി, കെന്റ് എത്രയോ നൂറുകണക്കിന് തവണ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പ്രാധാന്യമാണ് അതിന്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ റെമഡി കംസ് ടു മൈൻഡ്. ഇങ്ങനെ വരുമ്പോൾ ആ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അറ്റ് വൺസ് വിത്ത് ദ ഹാർട്ട് സിംറ്റംസ്, ഹൃദയത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ തത്സമയം അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലേക്ക് വരണം. ദ ഡിസ്നിയ, പെയിൻ ഇൻ ദ ഹാർട്ട് വിത്ത് റൊമാറ്റിക് സിംറ്റംസ്, ശ്വാസം മുട്ടൽ, വാദസംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിലെ വേദനകൾ. തിങ്ക് ഓഫ് ദ സ്ട്രോങ് യൂറിൻ, അപ്പോൾ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചിന്തിക്കണം. മൂത്രം രൂക്ഷമായ ശക്തമായ മൂത്രഗന്ധം. ഓഫ് ദ ഫ്ലക്ച്വേറ്റിംഗ് കംപ്ലൈൻസ്, അയാളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. നമ്മൾ നേരത്തെ കണ്ടു ചാഞ്ചാട്ട് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനാണത്. ഓഫ് ദ എറാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എറാറ്റിക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ കണ്ടാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസ്ഥ, അത് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്നൊരവസ്ഥ, എറാറ്റിക് കണ്ടീഷൻ. ഇതൊക്കെയാണ് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് ഹൃദയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ബെൻസോയിക് ആസിഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും എൻ്റെ പറയുകയാണ്, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ്റെ പശ്ചാത്തലത്തിലേ നമ്മളതിനെ നോക്കാവൂ. അല്ലാതെ നമുക്ക് നൂറുകണക്കിന് ഔഷധങ്ങൾ കാണും, ഡസൺ കണക്കിന് ഔഷധങ്ങൾ കാണും. എന്ത് കൊടുക്കും? എന്തെങ്കിലും കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. കൃത്യമായ ഔഷധം എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ തനത് അവസ്ഥ, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ, അയാളുടെ ടോട്ടാലിറ്റി, അയാളുടെ ജനറാലിറ്റീസ്, പ്രധാനപ്പെട്ട മൊഡാലിറ്റീസ്, അതൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ലക്ഷണങ്ങളും ചേർന്ന് വരുന്ന ഔഷധങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. പാൽപിറ്റേഷൻ വേഴ്സ് അറ്റ് നൈറ്റ്, രാത്രിയിൽ നെഞ്ചിരിപ്പ് വർദ്ധിക്കുന്ന കൊട്ടേഷനാണ്. റൊമാറ്റിക് പെയിൻസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് റിലീവിങ് ഹാർട്ട്, അതും കൊട്ടേഷനാണ്. അതും പൊതുവാര്യം തന്നെയാണ്. കൈകാലുകളിലുള്ള വാദസംബന്ധമായ വേദനകൾ വരുമ്പോൾ, ഇല്ലാത്തത് വരുമ്പോൾ, അല്ലെങ്കിൽ നേരിയായിട്ട് നിൽക്കുന്ന വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിലെ പ്രശ്നങ്ങൾക്ക് സമാശ്വാസം ലഭിക്കുന്നു. ദർ വി ഗെറ്റ് റിലീഫ്, അവിടെ നമുക്ക് ആശ്വാസം കിട്ടും. കംപ്ലൈൻസ് ഗോയിങ് ബാക്ക് ടു ദ എക്സ്ട്രീമിറ്റീസ്, പ്രശ്നങ്ങൾ തിരികെ കൈകാലുകളിലേക്ക് പോകുന്നു, സന്ധികളിലേക്ക് പോകുന്നു. ഹൃദയത്തിലേക്ക് പോയിരുന്ന പ്രശ്നങ്ങൾ തിരികെ പോകുന്നു, ഗോയിങ് ബാക്ക്. ആണ് നമുക്ക് ആവശ്യമുള്ളത്. കൂടുതൽ വൈറ്റലായിട്ടുള്ള ഓർഗൻസിൽ നിന്ന് ലെസർ വൈറ്റൽ ഓർഗൻസിലേക്ക് പോവുക, അതാണ് ഹെൽത്തി കണ്ടീഷൻ. The heart will relieve when the urine becomes copious or when the rheumatism goes back to the extremities. മൂത്രത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ വാസംബന്ധമായ പ്രശ്നങ്ങൾ കൈകാലുകളിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്നു. ഇൻ ദ ഫിംഗേഴ്സ് ആൻഡ് നീസ്, വിരകളിലേക്കും മുട്ടിലേക്കുമൊക്കെ പോകുന്നു. എസ്പെഷ്യലി ദ നീസ് ഇൻ ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിൻ്റെ കാര്യത്തിൽ ഈ ഹൃദയത്തിൽ നിന്നും ഈ വാസംബന്ധമായ പ്രശ്നങ്ങൾ പോകുന്നത് കാൽമുട്ടുകളിലേക്കായിരിക്കും സാധാരണ. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല, പൊതുവെ അങ്ങനെയാണെന്നേ ഉള്ളൂ. റൊമാറ്റിസം ഓൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ ദ എക്സ്ട്രീമിറ്റീസ് ആൻഡ് ഹാർട്ട്. ഈ കയ്യാലുകളും ഹൃദയവും ആയിട്ട് ലക്ഷണങ്ങളിങ്ങനെ മാറി മാറി വരുന്നു. ചാഞ്ചാട്ടമുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, നേരത്തെ കണ്ട മെറ്റാസ്റ്റാസിസ് ഉണ്ട് ഈ ഔഷധത്തിൽ. ദിസ് മെഡിസിൻ ഹാസ് ക്യൂർഡ് അഫെക്ഷൻസ് ഓഫ് ദ ഹാർട്ട് വെൻ ദ റൊമാറ്റിസം ഹാസ് എ ലോങ് ടൈം അഗോ ഡിസപ്പിയേർഡ് ഫ്രം ദ എക്സ്ട്രീമിറ്റീസ്. ഏറെക്കാലം മുമ്പ് കൈകാലിൽ നിന്നും വാദം
സുഖപ്പെട്ടെന്നല്ല, അപ്രത്യക്ഷമായി. എന്നിട്ട് അയാൾക്ക് ഹൃദയപ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അതിന് ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരണമെന്നില്ല, കുറെ കഴിഞ്ഞ് വരുന്ന ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളായാലും മാറും. ആൻഡ് ഹാസ് എവർ സിൻസ് ബീൻ എഫക്റ്റിംഗ് ദ ഹാർട്ട് ആഫ്റ്റർ ബെൻസോയിക് ആസിഡ് ഹാസ് ബീൻ അഡ്മിനിസ്ട്രേറ്റ്. എ വെരി ഗുഡ് സൈൻ ഓഫ് ഇറ്റ്സ് ആക്ഷൻ ഇസ് ദാറ്റ് ദ എക്സ്ട്രീമിറ്റീസ് ബിക്കം പെയിൻഫുൾ. ബെൻസോയിക് ആസിഡ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഹൃദയം റിലീവ്ഡ് ആകുന്നു, നെഞ്ചടിപ്പും വേദനയും ശ്വാസം മുട്ടലൊക്കെ മാറിയിട്ട് കൈകാലുകളിൽ സന്ധികളിലൊക്കെ വേദന വരുന്നു. ദ യൂറിൻ ബിക്കംസ് കോപ്പിയസ്, മൂത്രം ധാരാളം വരുന്നു. ഫ്രീ യൂറിൻ ആൻഡ് സോളിഡ്സ് ഇൻക്രീസ്ഡ്, ഫ്രീ ആയിട്ടുള്ള യൂറിൻ, അതിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളും വർദ്ധിക്കുന്നു. ശരീരം മാലിന്യവിമുക്തമാകുന്നു, ഒരു ശുദ്ധീകരണ പ്രക്രിയ ശരീരത്തിൽ നടക്കുന്നു. ദ യൂറിൻ ബിക്കംസ് ഹെവി, അവിടെ സബ്സിഗ്രാറ്റി നേരത്തെ കുറവായിരുന്നു, നമ്മൾ കണ്ടതാണ്, വെറും വെള്ളമായിരുന്നു, അത് സബ്സിഗ്രാറ്റി കൂടി, അതിൽ കണ്ടാമിനേഷൻ വന്നു. വെറാസ് ഇറ്റ് വാസ് ലൈറ്റ്. ഹാർഡ് ഫ്രീക്വൻറ്റ് പൾസ്, നല്ല കനത്ത ഇടയ്ക്കിടയ്ക്കുള്ള നെഞ്ചിടിപ്പ്, അത് കൊട്ടേഷനാണ്. ദ എക്സ്ട്രീമിറ്റീസ് ആർ ഫുൾ ഓഫ് റൊമാറ്റിക് എഫക്ഷൻസ്, കൈകാലുകളിലൊക്കെ ഈ പറയുന്ന വാസമുണ്ടായ പ്രശ്നമുണ്ട്. ഈ കൊട്ടേഷനാണ്. ലാസിറ്റ്യൂഡ് ഇൻ ലോവർ ലിംസ്, കാലുകളിൽ വല്ലാത്തൊരു ക്ഷീണം, മടി പോലെ, അലസത പോലെ. വീണ്ടും കൊട്ടേഷനാണ്. സ്വെല്ലിംഗ് ഓഫ് ദ നീ, മുട്ടുകാലുകളിൽ വീക്കം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഓൾ ഗോട്ടി അഫെക്ഷൻസ് ബിലോങ് ടു ദിസ് റെമഡി. വാസമുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ബെൻസോയിക് ആസിഡിലുണ്ട്. നോട്ട്സ് ഓൺ ജോയിൻസ്, സന്ധികളിൽ കല്ലിപ്പുകൾ, കട്ടകൾ പോലെ വരുന്നു. ബെൻസോയിക് ആസിഡ് ഈസ് ഓഫൺ ആൻഡ് എക്സലന്റ് പാലിയേറ്റിംഗ് റെമഡി ഇൻ ഓൾഡ് ഗോട്ടി കോൺസ്റ്റിറ്റ്യൂഷൻസ്. പഴകിയ വാദസംബന്ധമായ കോൺസ്റ്റിറ്റ്യൂഷനിൽ വാദസംബന്ധമായ അവസ്ഥകൾ, പഴകിയ അവസ്ഥകൾ. ഈ ഒരു തിരിച്ചുപോക്ക് സൗഖ്യം സാധ്യമല്ല. അവിടെ ബെൻസോയിക് ആസിഡ് ഒരു പ്രശമന ഔഷധമായി, പാലിയേറ്റീവായിട്ട് പറയും. ദേ വാണ്ട് ടു ബി റിലീവ്ഡ് ഓഫ് ദ പെയിൻസ് ഇൻ ദർ ഫിംഗേഴ്സ് ആൻഡ് ദ നോട്ട്സ് ആൻഡ് ജോയിൻസ്. അവർക്ക് ഈ സന്ധികളിലും വിരലിലും ഒക്കെ ഉള്ള വേദനകൾ മാറണം. ദ ഫിംഗേഴ്സ് ക്രാക്ക് ആൻഡ് ആർ ക്ലംസി ആൻഡ് പെയിൻഫുൾ. വിരലുകൾ ഇങ്ങനെ ഒരു കുഴഞ്ഞു കിടക്കുകയാണ്, അത് കൃത്യമായിട്ടൊന്നും പിടിക്കാനോ മറ്റൊന്നും പറ്റുന്നില്ല, വേദന ഉണ്ടാകുന്നു. പ്രായമായ ആളുകളിൽ അവർക്ക് അതിനൊരു ആശ്വാസം കിട്ടണം. ബട്ട് ഓഫൻ ദ പെയിൻ ഹാസ് ബീൻ റിലീവ്ഡ് ആൻഡ് ഗോൺ ടു ദ അതർ പാർട്സ്. പക്ഷെ പലപ്പോഴും മറ്റ് ചികിത്സകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ വേദന മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് വൺ അമംഗ് ദ റെമഡീസ് ദാറ്റ് വിൽ ഡ്രൈവ് ദ കംപ്ലൈൻറ്റ്സ് അവേ ഫ്രം ദ ഇന്റേണൽ ഓർഗൻസ്. ഈ ഔഷധം മറ്റ് നിരവധി ഔഷധങ്ങളിൽ ഒന്നാണ്. എങ്ങനെ എന്ത് ചെയ്യുന്നത്? ആന്തരികമായ അവയവങ്ങളിൽ നിന്നും വാസമായ പ്രശ്നങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിച്ച് ജനറലി ഇൻക്രീസ് ദ പെയിൻ ഇൻ ദ എക്സ്ട്രീമിറ്റീസ്, എന്നിട്ട് എക്സ്ട്രീമിറ്റീസിലേക്ക് വിടും, അവിടെ വേദന വർദ്ധിക്കും. വിച്ച് ദേ വിൽ സ്കോൾഡ് അബൌട്ട്. അതിന് ഈ രോഗികൾ കുറ്റം പറയുകയും ചെയ്യും. അതിനവർ കുറ്റം പറയും. പിന്നെന്താ ചെയ്യേണ്ടത്? ആ ഒരു അവസ്ഥ നോക്കി അതിന് യോജിക്കുന്ന ഔഷധം കൊടുത്ത് അതിനെ സുഖപ്പെടുത്തണം. അപ്പോൾ അവരുടെ പരാതിയും കരച്ചിലും ഒക്കെ മാറുകയും ചെയ്യും. വീണ്ടും കൊട്ടേഷൻ. ട്രംബ്ലിംഗ് വിത്ത് പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട്. വിറയൽ, നെഞ്ചിടിപ്പും അതോടൊപ്പം വിറയലും, രോഗിക്കൊരു വിറയലും ഉണ്ടാകുന്നു. എക്സ്ട്രീം വീക്ക്നെസ്, സ്വെറ്റ് ആൻഡ് കൊമാറ്റോസ് കണ്ടീഷൻ. അങ്ങേയറ്റത്തെ ക്ഷീണം, വിയർക്കുന്നു, ബോധക്ഷയം എന്ന പോലെ, അതും കൊട്ടേഷനാണ്. നോട്ട് ദാറ്റ് കൊമാറ്റോസ് കണ്ടീഷൻ വിത്ത് സ്വെറ്റ്, ദ ബെൻസോയിക് ആസിഡ് പേഷ്യൻറ്റ് സ്വെറ്റ്സ് വിത്തൗട്ട് റിലീഫ്. അബോധാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയും വിയർപ്പുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ബെൻസോയിക് ആസിഡിൻ്റെ തനിമ എന്താണ്? ബെൻസോയിക് ആസിഡിൻ്റെ വിയർപ്പ് കൊണ്ട് അയാൾക്ക് സമാശ്വാസമില്ല. പലപ്പോഴും വിയർപ്പ് കൊണ്ട് സമാശ്വാസം ഉണ്ടാകുന്നത്. അതാണ് ഈ ഒരു കണ്ടീഷനിൽ പെക്യുലർ അവസ്ഥ. കോപ്പിയസ് എക്സോസ്റ്റീവ് സ്വെറ്റ് ആൻഡ് പ്രൊഫൗണ്ട് സ്ലീപ്പ് ബട്ട് ദർ ഇസ് നോ റിലീഫ്. അപ്പോൾ വല്ലാതെ ആൾ വേർത്ത് തളർന്നു പോകും, അമിതമായ വിയർപ്പുണ്ടാകും, നല്ല ഉറക്കം കിട്ടും, പക്ഷെ അയാൾക്ക് അതുകൊണ്ട് സമാശ്വാസമില്ല. ബെൻസോയിക് ആസിഡിൻ്റെ അവസ്ഥ അതാണ്. ഇതിൻ്റെ കൊട്ടേഷനാണ്. എവേക്കൻ വിത്ത് ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ്. ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് അയാൾ ഉണർന്നു വരുന്നു. പൾസേഷൻ ഉള്ളവർ, ശരീരം മുഴുവൻ വിങ്ങൽ. വീണ്ടും കൊട്ടേഷനാണ്. ഓൾ സോർട്സ് ഓഫ് എ കറ്റാറൽ സ്റ്റേറ്റ്സ്, ഗോട്ടി ഡയത്തസിസ്, ഗോട്ട് വിത്ത് ആർത്രൈറ്റിക്സ്, നോസോഡിറ്റീസ്, സിഫിലിറ്റി, റൊമാറ്റിസം എക്സെട്ര. എല്ലാത്തരം കഫസംബന്ധമായ പ്രശ്നങ്ങൾ, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട വാദപ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. ദീസ് പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ലോ ഡൗൺ ഇൻ ദ സ്കെയിൽ ഓഫ് ലൈഫ്. ഇത്തരം രോഗികൾ അവരുടെ ജീവിതാവസ്ഥ, ജീവൻ്റെ മൊത്തം ക്വാളിറ്റി തന്നെ താഴേക്ക് വരിക ചെയ്യുന്നത്. ദ ടിഷ്യൂസ് ബിക്കം ഫീബിൾ. അവരുടെ കോശങ്ങൾ, അവരുടെ കലകൾ, അവരുടെ മാംസമായ ഭാഗങ്ങളൊക്കെ തളർന്ന് ശോഷിച്ചു വരുന്നു. അൾസേഴ്സ് ഫോം അപ്പോൺ ദ സ്കിൻ. തൊലിയിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. ശ്ലേഷ്മ സ്ഥലങ്ങളിലും തൊലിയിലുമെല്ലാം വ്രണങ്ങളുണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ജീവിതാവസ്ഥ താഴേക്ക് വന്നിട്ട് ഒരു വിനാശത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അതാണ് ബെൻസോയിക് ആസിഡിൻ്റെ ഒരു
പൊതുവസ്ഥ. ഇതോടെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. എത്രയോ വിലപ്പെട്ട ഒരു ഔഷധമാണ്. അത്ര പൂർണ്ണമായിട്ടൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടതല്ലെങ്കിൽ പോലും അതിൻ്റെ അമൂല്യ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കിയാണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഉചിതമായ സന്ദർഭങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുക. വിശേഷം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഒരു വാദത്തിൻ്റേതായിട്ടൊരു പശ്ചാത്തലം അവിടെ ഉണ്ടാകുമ്പോഴൊക്കെ ഉപയോഗിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൽക്കേറിയ ഫോസ്ഫോറിക്ക എന്നുള്ള അധ്യായം നമുക്ക് പരിഗണിച്ചു തുടങ്ങാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.